നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇതാ കോൽപ്പുളി ഇല്ലേ, കോൽപ്പുളി കുറച്ച് ഞാനൊരു വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഞെരടി നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിലെടുക്കാം. ഇനി നമുക്ക് ഈ കരിമീൻ്റെ മേലെ ഈ പുളി നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും എത്തണം. പുളി തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. കാരണം ഈ കരിമീൻ എപ്പോഴും ഒരു ചെളിമണം ഉണ്ടാവും കേട്ടോ. ആ ചെളിമണം ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും പറയാറുണ്ട് ഇതിന് സ്മെല്ലില്ലല്ലോ എന്ന് പറയാറുണ്ട് ഇവിടെ കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എല്ലായിടത്തും ഇങ്ങനെ പുളി തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. വേറെ ഇതെല്ലാം നമുക്ക് തേച്ച് കൊടുക്കണം. തേച്ചത് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കുക. ഇത്രയും ക്ലീനായി വേറൊരു മെത്തേഡ് ഇല്ല. അതുകൊണ്ട് നിങ്ങളിത് നന്നായി ശ്രദ്ധിക്കണം. ഞാൻ പണ്ടൊക്കെ കല്ലുമ്മലൊക്കെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്തെടുത്തോണ്ടിരുന്നു. വീട്ടിലൊക്കെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ഇത്രയും നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുന്നു മനസ്സിലായത് കേട്ടോ. കുരുവില്ലാത്ത പുളിയാണെങ്കിൽ ഇനിയും നല്ലതാവും. ഇത് ഞാൻ കുരുള്ള പുളിയായിരുന്നു. കുറച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുക. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആ ചെളിമണമൊക്കെ പോവും. ഓക്കെ, ഇതെല്ലാം അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനെ കുറച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ മീനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ചെതമ്പൽ കുത്തുന്ന പോലെ തന്നെ ഇതിനൊന്നിങ്ങനെ വടിച്ച് എടുത്ത ആ ബ്ലാക്കിഷ് കളറൊക്കെ പോയി കണ്ടോ. അതുപോലെ തന്നെ ഈ വശം. ഉണ്ടോ? അപ്പോൾ ഒരു തരി പോലും ആ ബ്ലാക്കിഷ് കളറില്ല കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ എല്ലാ മീനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വെറുതെ സോഫ്റ്റായിട്ടൊന്ന് ഇങ്ങനെ കത്തി കൊണ്ട് ചതമ്പൽ കുത്തുന്ന പോലെ ആക്കിയാൽ മതി.
ബലമൊന്നുമില്ല, വെറുതെ ആക്കുമ്പോഴേക്കും അത് അഴുക്കൊക്കെ പോവും. അപ്പം നമുക്കത് കഴിക്കാനും ആ ചെളിമണം ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ നമുക്കിതിനൊക്കെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ മീനും നമ്മൾ ക്ലീൻ ചെയ്തു, 5 മീനും ക്ലീൻ ചെയ്ത് വളരെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പുളി ആക്കി വെച്ചിട്ട് 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് 5 മിനിറ്റാണ് ഈ ബ്ലാക്ക് കളർ കളയാൻ വേണ്ടത് കത്തി കൊണ്ട്. പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. പക്ഷെ നമുക്ക് എന്ത് സന്തോഷം അറിയോ, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. നമുക്ക് കഴിക്കുമ്പോഴായാൽ പോലും നമ്മൾക്ക് എല്ലാവരും ചെളിമണം എന്ന് പറയും, പക്ഷെ ഒരു മണം പോലും പിന്നെ ഈ പുളി ഇട്ടിട്ട് കഴുകിയെടുത്താൽ ഉണ്ടാവില്ല കേട്ടോ. ഇതാ വിനിഗറാണ്, കുറച്ച് വെള്ളം എടുക്കുക, വിനിഗർ അതിലേക്ക് കുറച്ച് ഒഴിക്കുക. ഇപ്പം നമ്മളിത് കഴുകി വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്തെങ്കിലും കൂടി ഇങ്ങനെ ഒരു വഴുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോണ പോലെ ഒരു വഴുക്കൽ നിൽക്കുന്നുണ്ട്. അത് പോകാനാണ് നമ്മൾ ഈ വിനാഗിരി വെള്ളത്തിലോട്ട് ഇതിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് മതി കേട്ടോ. പിന്നെ നമുക്കത് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ കരിമീൻ കണ്ട കരിമീനല്ല, ഇപ്പോൾ ഇത് വെളുത്ത മീൻ എന്ന് പറയേണ്ടി വരില്ലേ, അതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കണം. വളരെ ഈസിയാണ് ആക്ച്വലി. 5 മിനിറ്റ് നമ്മൾ പുളിയിൽ 15 മിനിറ്റ് ഇട്ട് വയ്ക്കുക, പിന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പുളി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചെളിമണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫിഷ് വറുത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ഡിഷ് വേണമെങ്കിലും നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഒരു നല്ല ടിപ്സുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ, താങ്ക് യു.